ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി. ദാവീദിൻ സൂനുവേ, പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ. അനുഗ്രഹരാത്രി, അനുഗ്രഹരാത്രി. സങ്കീർത്തകൻ പറയുന്നു, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. സ്വർഗരാജ്യത്തിൻ്റെ മഹനീയ പ്രഭ കണ്ട സങ്കീർത്തകൻ അവിടുത്തെ വാസസ്ഥലത്തെക്കുറിച്ച് മഹത്വപ്പെടുത്തുകയാണ്. നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ. ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ദിവ്യകാലത്തെ നോക്കിക്കൊണ്ട് കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം. ദിവ്യകാലത്തെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ആരാധന 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 ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ദിവ്യകാലത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. എന്നെന്നും ആരാധിക്കാം. എന്നെന്നും ആരാധിക്കാം. ഈശോ മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തെ നമുക്ക് അനുസ്മരിക്കാം. മത്തായി സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്: 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈശോ മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ,
ഇന്നത്തെ തിരുവചനം നമ്മളോട് പറയുന്ന രണ്ട് യജമാനന്മാർ, ഒന്ന് കർത്താവാണ്, മറ്റൊന്ന് ഭൗതിക സമ്പത്താണ് മാമോൻ. ലോകത്തിൻ്റെ സൗഭാഗ്യമാണ്. ഈശോ പറയുന്നത്, നമ്മൾ സേവിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കർത്താവിനെ സേവിക്കും, അതല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തിൽ ആശ്രയം വയ്ക്കും. ഒരടിമ സേവിക്കുന്നത് ഒരു യജമാനോട് മാത്രമേ പൂർണ്ണമായ സമർപ്പണത്തോടെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രണ്ട് യജമാനന്മാരുടെ പ്രത്യേകത, ദൈവം ഒരിക്കലും ആരെയും അടിമയാക്കി മാറ്റുന്നില്ല. അവിടുത്തെ സേവിക്കുന്നവരെ കുറിച്ച് കർത്താവ് പറയുന്നത്, നിങ്ങൾ ദാസന്മാരെന്ന് വിളിക്കപ്പെടുകയില്ല, പുത്രന്മാരാണ്, പുത്രിമാരാണ്. പുത്രനും പുത്രിയുമാണെങ്കിൽ, മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ആരിൽ അവകാശം? യജമാനിൽ അവകാശമുള്ളവനായിട്ട് മാറുന്നു. എന്നാൽ ഭൗതിക സമ്പത്തിൻ്റെ മാമോന്റെ പ്രത്യേകത, അവൻ നമ്മെ പൂർണ്ണമായും അടിമപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അവൻ നിഷേധിക്കുന്നു. അവന് പൂർണ്ണമായും ആശ്രയം വെച്ച് കഴിയുമ്പോൾ സമ്പത്തിനു വേണ്ടി തന്നെ അടിമപ്പെടുത്തി, വിധേയപ്പെടുത്തി നശിപ്പിച്ചു കളയും. കാരണം ലോകത്തിന് അടിമപ്പെട്ടു പോകുന്ന വ്യക്തി പിശാചിനാണ് അടിമപ്പെട്ടു പോകുന്നത്. പിശാചിന് ഒരിക്കലും നമുക്ക് നിത്യസന്തോഷം തരാൻ കഴിയുകയില്ല. താൽക്കാലികമായ സന്തോഷം, നൈമിഷികമായ സന്തോഷം മാത്രമേ പിശാചിന് നൽകാൻ കഴിയുകയുള്ളൂ. പിശാച് തരുന്ന സന്തോഷം അസ്തമിച്ചു പോകും. അതിനുശേഷം കഠിനമായ നിരാശയും നഷ്ടബോധവും നമ്മെ തകർത്ത് കളയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ പുറകെ പോകുന്നത് ദൈവത്തിന് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൻ്റെ നമ്മളോട് പറയുന്നത്, ഒന്നാമത്തെ കൽപ്പനയായി പറയുന്നത്, ദൈവത്തെക്കാൾ ഉപരി ആരെയും സ്നേഹിക്കരുത് എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം നമ്മൾ കർത്താവിൽ കണ്ടെത്തണമെന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ്. മോശയ്ക്ക് കൽപ്പന നൽകിക്കൊണ്ട് പുറപ്പാടിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. അടിമത്തത്തിന്റെ ഭവനം ഈജിപ്താണ്, ഭൗതികമായ അടിമത്തം. ആ അടിമത്തത്തിൽ നിന്ന് നിന്നെ വേർപെടുത്തിയിരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആ കർത്താവിന് നിനക്കുറിച്ച് പദ്ധതിയുണ്ട്. ആ പദ്ധതി നീ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടക്കണമെന്നുള്ളതല്ല, നീ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, കാനാൻ സൗഭാഗ്യത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പ്ലാൻ. ആ കർത്താവ് വീണ്ടും പറയുകയാണ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. ഈജിപ്തിലുള്ളതുപോലെ അടിമത്തത്തിലായിരിക്കുമ്പോൾ പല ദൈവങ്ങളെ പൂജിക്കുന്നത് പോലെ വേറെ ദേവന്മാർ പ്രഗതി പോകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. വചനം നമ്മളോട് പറയുകയാണ്, ഞാൻ അസഹിഷ്ണുവായ ദൈവം. ഈ ലോകത്തോട് വിധേയപ്പെടുന്നതിനോട് അസഹിഷ്ണുതയുള്ള ദൈവം, ലോകത്തിന്റെ സമ്പത്തിൽ ആശ്രയം വെക്കുന്നതിനോട് അസഹിഷ്ണുതയുള്ള ദൈവം, ദൈവത്തെക്കാൾ ഉപരി ഈ ലോകത്തെ മാനിക്കുന്നതിൽ അസഹിഷ്ണുതയുള്ള ദൈവം. വീണ്ടും വചനം പറയുകയാണ്, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3, 4 തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് അടിമപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായി തീരുകയാണ്. മാമോനെ സേവിക്കുന്നവന്, സമ്പത്തിനെ പൂജിക്കുന്നവന് ശിക്ഷ ലഭിക്കുമെന്ന് വചനം പറയുക. എന്നാൽ എന്നെ സ്നേഹിക്കുന്നവരോട്, ദൈവത്തെ സ്നേഹിക്കുന്നവരോട്, കർത്താവിനെ ആരാധിക്കുന്നവരോട്, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയുന്നു, 1000 തലമുറകൾ വരെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ
തീഷ്ണമായി നമ്മൾ ആഗ്രഹിക്കണം. കാരണം ഈ കർത്താവ് നമ്മളെ അത്യധികമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടല്ലേ വചനം നമ്മളോട് പറയുന്നത്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറയുന്ന സ്നേഹം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് കഴുകി നിന്നെ വിശുദ്ധീകരിച്ച് തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കി തീർക്കുമെന്ന് പറയുന്ന സ്നേഹം. കാരണം എന്നാണെന്നറിയാമോ? നീ ലോകത്തിന് അടിമപ്പെട്ടു പോകാതെ ദൈവത്തിന് മാത്രമായിട്ട് നിൽക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ഉള്ളം കൈ കാണിച്ചിട്ട് പറയുന്നത്, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് അത്രമേൽ ശ്രേഷ്ഠനാണ്, അമൂല്യനാണ്, പ്രിയങ്കരനാണ്, നീ എന്റേതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ലോകം തരുന്ന സൗഭാഗ്യം, ഈ ലോകം തരുന്ന സന്തോഷം, അതിൻ്റെ പുറകെ പോയപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് എളിമയോടുകൂടി ദാഹത്തോടുകൂടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേനോട് കാണിക്കുന്ന വലിയ കരുണയെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ അകൃത്യങ്ങൾ ഇനിമേൽ ഞാൻ ഓർമ്മിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങയോട് ചേർത്ത് നിർത്തുന്ന വലിയ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, 2 യജമാനന്മാരെ എനിക്ക് സേവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഭൗതിക യജമാനൻ, മാമോൻ, സമ്പത്ത്, അത് നഷ്ടപ്പെട്ടു പോകുന്നതും എന്നെ കണ്ണീരിൽ ആഴ്ത്തുന്നതുമാണ്. കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നത്, അങ്ങയെ സ്നേഹിക്കുന്നത്, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നത് എത്ര ഉത്കൃഷ്ടമാണ്, എത്ര സൗഭാഗ്യമാണ്. കർത്താവേ, ആ സൗഭാഗ്യം എനിക്ക് ഈ നിമിഷം തരണമേ. ലോകത്തിൻ്റെ ജഡമോഹത്തിൻ്റെ പിറകെ പോകാതെ അങ്ങയുടെ സ്നേഹം അന്വേഷിച്ച് കണ്ടെത്തി വലിയ നിധി കിട്ടിയവനെ പോലെ അതിൽ ആനന്ദിക്കുവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഈശോയോട് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, ഈ ലോക വസ്തുക്കളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ പറിച്ചെടുത്ത് അങ്ങയുടെ ദിവ്യ ഹൃദയത്തോട് പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദീപിക ഈശോയ്ക്ക് തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. എന്നാത്മാവിൽ അങ്ങ് വാഴുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മറന്നു ഞാൻ ആനന്ദിക്കും. എന്നാത്മാവിൽ അങ്ങ് വാഴുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മറന്നു ഞാൻ ആനന്ദിക്കും. എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ, എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. നമുക്ക് ദിവ്യഗാനത്തിലേക്ക് തന്നെ നോക്കാം. ലോകത്തെയും ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെയും ഞാൻ മാറ്റിവെച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ പക്ഷത്തായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ അങ്ങയോട് ചേർന്നിരുന്നതുപോലെ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ അങ്ങ് നൽകുന്ന സ്നേഹത്തിൽ, അങ്ങ് നൽകുന്ന സന്തോഷത്തിൽ പൂർണ്ണമായി ലഹരി പിടിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ മുദ്ര ചാർത്തി അങ്ങയോട് ചേർത്ത് നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോക സൗഭാഗ്യമില്ല, നീർത്തുമിഴകൾ മാത്രം. ഈ ലോക സമ്പാദ്യമില്ല, തീർന്നു
വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ ഈശോയെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു. സമ്പത്തിനേക്കാൾ കർത്താവേ അങ്ങയെ സ്നേഹിക്കുന്നു. സ്ഥാനമാനങ്ങളെക്കാൾ കർത്താവേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകം തരുന്ന ഏത് സൗഭാഗ്യത്തെക്കാൾ കർത്താവേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. എല്ലാ വസ്തുക്കളെക്കാളും ഈശോയെ എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്റെ ഈശോയെ എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു. ദിവ്യകാനീശോയുടെ തന്നെ നോക്കിക്കൊണ്ട് വീണ്ടും പാടി പ്രാർത്ഥിക്കാം. ഈശോയെ എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ഈശോയെ എന്റെ ദൈവമേ എല്ലാ വസ്തുക്കളെക്കാളും നിന്നെ സ്നേഹിക്കുന്നു ഞാൻ. ഈശോയെ അങ്ങ് നൽകുന്ന സ്നേഹം ഒരിക്കലും എന്നിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ ലഹരി എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യ നഷ്ടം എന്നെ ഭയപ്പെടുത്തും. അങ്ങയുടെ സാന്നിധ്യ നഷ്ടം എന്നെ ഏകാകിയാക്കി മാറ്റും. അങ്ങയുടെ സാന്നിധ്യ നഷ്ടം എന്നെ നിരാശനും പരിത്യക്തനുമാക്കി മാറ്റും. കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് അങ്ങെപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം കൊണ്ട് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെട്ട് അങ്ങ് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദിവ്യകാരുണ്യ മുമ്പിൽ ഇരു കരങ്ങളും യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ കർത്താവേ, എന്റെ ജീവിതത്തിൽ നിർണായകമായ പ്രതിസന്ധികളിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കും എന്ന ചോദ്യത്തിന് എന്റെ കർത്താവിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും അങ്ങേക്ക് വിധേയപ്പെടുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കാരുണ്യവാനായ കർത്താവേ, ലോകം നൽകുന്ന പിശാച് തരുന്ന സുരക്ഷ വേണ്ടെന്ന് വെക്കുവാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക സമ്പത്തിൽ പ്രത്യാശ വെക്കുന്നവൻ നിരാശനായി തീരുന്നു. ലോക സമ്പത്ത് നശിച്ചു പോകുന്നതാണ്. ലോക സമ്പത്ത് നശിച്ചു പോകുന്നതോടുകൂടെ ആ സമ്പത്തിൽ പ്രത്യാശ വെക്കുന്നവനും നശിച്ചു പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം വസിക്കുന്ന, നിത്യം ജീവിക്കുന്ന അങ്ങയിൽ പ്രത്യാശ വെക്കുന്നവർ നിത്യം സന്തോഷിക്കുമെന്ന് എന്റെ ഹൃദയം ഇതാ തിരുമുൻപിൽ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനു വേണ്ടി അവിടുത്തെ തിരുമുൻപിൽ കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ,
എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. എന്നെന്നും ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി